ദില്ലിയിൽ കനത്ത മഴ. രാവിലെ 5 മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളെല്ലാം വെള്ളം കയറി. നിരവധി വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി. PR സുനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിൽ, ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ? രോഷി, തീർച്ചയായും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. രോഷി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പുലർച്ചെ 5 മണിയോടെയാണ് മഴ തുടങ്ങിയത്. ശക്തമായ ഇടിയോടൊക്കെ ആണ് മഴ ആരംഭിച്ചത്. വലിയ തോതിൽ മഴ പെയ്തതിനെ തുടർന്ന് ദില്ലിയുടെ പല മേഖലകളിലും റോഡുകൾ വെള്ളത്തിനടിയിലാണ്. ഏതാണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ എല്ലായിടങ്ങളിലും എന്ന് വേണമെങ്കിൽ പറയാം. റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഓരോ വാഹനത്തിന്റെ പകുതിയോളം വരെ മുങ്ങുന്ന തരത്തിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അണ്ടർ പാസുകളെല്ലാം തന്നെ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഏതായാലും റോഡ് ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിക്കുന്ന തരത്തിലേക്ക് ഏതാണ്ട് ഡൽഹിയുടെ എല്ലാ റോഡുകളും വെള്ളത്തിലടിയിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഏതായാലും ഈ നിലയിൽ മഴ തുടരുകയാണെങ്കിൽ വലിയൊരു ഗതാഗത പ്രതിസന്ധിയും ജനങ്ങളുടെ ജീവിത പ്രതിസന്ധിയും ഒക്കെയായി ഡൽഹിയിൽ ഇന്നത്തെ രാവിലത്തെ സാഹചര്യങ്ങൾ മാറും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൽഹിയിൽ കനത്ത ചൂടായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ വലിയൊരു മഴ എന്നത് ശക്തമായ മഴ എന്ന് തന്നെ പറയാം. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അത്രയും ശക്തമായ മഴ ഉണ്ട്. ഒപ്പം തന്നെയാണ് ഈ വലിയ വെള്ളക്കെട്ടും പല മേഖലകളിലുമുള്ളത്. നിരവധി വാഹനങ്ങളാണ് ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത്. പ്രത്യേകിച്ച് അണ്ടർപാസുകളിലൊക്കെ തന്നെ ഈ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ദില്ലിയിൽ വലിയ ഗതാഗത കുരുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ദില്ലിയിൽ മഴ തുടരുകയാണ്. പല പ്രദേശങ്ങളും വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും അടക്കം.